രവിശങ്കർ സാർ, എന്നെപ്പറ്റി സാറിനെന്തറിയാം? നിനക്കെന്തറിയാം? ഞാൻ ബിസിനസ്സുകാരനാണ്. ബയേഴ്സ് പല നാട്ടിൽ നിന്ന് വരും. അവർക്ക് വേണ്ടി കോൾ ഗേൾസിന് വരെ സപ്ലൈ ചെയ്യേണ്ടി വരും. പെണ്ണ് എനിക്കൊരു അപൂർവസ്വല്ല. മദ്രാസ്, ബോംബെ, ഡൽഹി വിളിച്ചാൽ പറന്നു വരുന്നവരുടെ 100 നമ്പരെങ്കിലും ആ ബുക്കിൽ കാണും. പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ വിളിച്ചിട്ടില്ല ഇതുവരെ. കടം വീട്ടുകയോ വീട്ടാതിരിക്കുകയോ ചെയ്യാം, അത് വേറെ കാര്യം, നിസ്സാരം. ഇഷ്ടമില്ലാതെ വേദന മറച്ചു പിടിച്ച് ഞാൻ ഏൽപ്പിച്ചൊരു വലിയ മുതലുണ്ട്. അതെനിക്ക് അദ്ദേഹം തിരിച്ചു തന്നു. സ്വമേധയെ ഞാനത് ഏറ്റുവാങ്ങി. The deal is closed. രാജേന്ദ്രൻ, help me. Please. ഞാനെന്ത് ചെയ്യണം? എനിക്കറിയില്ല. ഞാൻ ഈ സ്ഥലം വിട്ട് പോണോ? സ്ഥിരമായി ബോംബെ ഓഫീസിൽ നിന്നാലും ബിസിനസ് നടത്തും. ശല്യമാണ്. അരുത്. രാജേന്ദ്രൻ ഇവിടേക്ക് ഉണ്ടാവണം. എവിടേക്ക് പോരുത്. എനിക്കൊരു സമാധാനത്തിന് എനിക്ക് വേറെ ആരുണ്ട്? ഞാനുണ്ട്, എന്നും ഞാനുണ്ട്. അരുത്, പ്ലീസ് പ്ലീസ്. You are mine. അരുത്. നീ എന്റെ മകളാണ്. വിടൂ. I want you. വേണ്ട, വിടൂ. വിടില്ല. നീ എന്റെ മകൻ, എന്റെ മാത്രം. ഞാൻ പിന്നെ ആലോചിച്ചപ്പോ ടൗണിൽ ഒരു വീട് നോക്കാൻ ഞാൻ ബാബുവിനോട് പറയാം. കോളേജിനടുത്ത് എവിടെയെങ്കിലും. ലൈബ്രറിയുടെ സൗകര്യം നോക്കുമ്പോ ഞാനും ടൗണിൽ താമസിക്കുന്നതാവും ബെറ്റർ അല്ലേ? അരുത്, വിടൂ. നോക്കൂ, എനിക്കിപ്പോ ഒന്നുമില്ല. പഴയ തെറ്റുകുറ്റങ്ങളുടെ തിരിച്ചറിയൽ, ഒരു വീണ്ടും വിചാരം, ഒരു റീഅസസ്മെന്റ്. ഒരുപക്ഷെ അതിനായിരിക്കും ഈ രോഗം വന്നത്. യു വിൽ ബി ഹാപ്പി. നമുക്കിനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. അരുത്, എന്നെ തുടരുത്. മല്ലി, ഐ എം എ നോർമൽ പേഴ്സൺ. നീ എന്റെ ഭാര്യയാണ്. ആയിരുന്നു. നീ പിന്നെ ഇപ്പൊ എനിക്ക് ആരാണ്? ആ കഥ മറക്ക്. മരണം മുന്നിൽ കണ്ട മനുഷ്യൻ പിച്ചുമ്പയും പറയും. അത് ചെമ്പേടും ശാസനയും പോലെ ചരിത്രരേഖയൊന്നുമല്ല. അവനോട് ഞാൻ സംസാരിക്കാം. ഒരു തുണ്ട് ഭൂമി വിറ്റാൽ വീട്ടാവുന്ന കടമയുള്ളൂ അവന്. അവനെ വിചാരിച്ചാണോ നിന്റെ ഈ സ്റ്റുപ്പിഡ് ഇഡിയോട്ടിക് ധർമ്മസങ്കടം? അതും സത്യം. മരണം അടുക്കുന്നത് വരെ കാത്തു നിൽക്കണമെന്നില്ലല്ലോ. ശപിക്ക് എന്നെയല്ല, ജീവിതം എനിക്ക് തിരിച്ചു തന്ന മഹാശക്തി ഏതോ അതിനെ ശപിക്ക്. അന്ന് നിന്നെ വിചാരിച്ച് മാത്രമായിരുന്നു എന്റെ ദുഃഖം. ഇനി ഞാനുണ്ട്, എന്നും നിനക്ക് ഞാനുണ്ട്. ക്ഷോഭത്തിൽ ഞാൻ എന്റെ പൊന്നുമോളെ. എന്നെ തുടരുത്. ഒരേ ദിവസം രണ്ടാളുടെ മെത്ത പങ്കിടുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നും. ഏൽപ്പിച്ചയാൾ അവകാശം സ്ഥാപിച്ചു കഴിഞ്ഞു.
രാജേന്ദ്ര, നന്ദി, എല്ലാത്തിനും നന്ദി. അർബുദ രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട രവിശങ്കർ ഇന്നലെ